ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുരം. ഏത് മാതാപിതാക്കൾക്കും ഒരാഗ്രഹമുണ്ട്. തനിക്ക് ലഭിക്കാതെ പോയ സൗഭാഗ്യം, തനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയ സൗഭാഗ്യം മക്കളിലൂടെ നേടിയെടുക്കുക, അല്ലെങ്കിൽ മക്കളിലൂടെ അത് സാധിച്ചെടുക്കുക. അങ്ങനെ ഒരു സ്വപ്നം മിക്കവാറും എന്നല്ല എല്ലാ മാതാപിതാക്കൾക്കുമുണ്ട്. അതിൻ്റെ ഒരു അനുഭവമാണല്ലോ ഈ അടുത്ത കാലത്ത് മാധ്യമങ്ങളിലൂടെ നാം കണ്ടത്. ശ്രീജ എന്ന IFS പാസ്സായ പെൺകുട്ടി, അവളുടെ സ്വപ്നമായിരുന്നു അങ്ങനെ ഉന്നതമായ ഒരു സ്ഥാനം. അതിന് പ്രധാന കാരണം അവരുടെ മാതാപിതാക്കൾ തന്നെയായിരുന്നു. എൻ്റെ കാഴ്ചപ്പാടിൽ വിശേഷിച്ച് ശ്രീജ IFSൻ്റെ അമ്മ, അവരായിരുന്നു അവളുടെ വിജയത്തിൻ്റെ പ്രധാന കാരണക്കാരി. കാരണം ശ്രീജയുടെ അമ്മ ഒരു ബിരുദാനന്തര ബിരുദധാരിണിയാണ്. അങ്ങനെയുള്ള ആ സ്ത്രീക്ക്, ആ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായിരുന്നു. MA വരെ പഠിച്ചു കഴിഞ്ഞപ്പം നല്ല ഒരു ജോലി, നല്ല ഒരു സ്ഥാനം, നല്ല ഒരു കുടുംബ ജീവിതം, ഇതൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്നു. ഒരുപക്ഷെങ്കിൽ സമാധാനം നിറഞ്ഞ സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ലഭിച്ചിരിക്കാം. എന്നാലും നല്ലൊരു വിദ്യാഭ്യാസം നേടിയ ശേഷവും ആ അമ്മയ്ക്ക് നല്ല ഒരു ജോലി ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉന്നതമായ ഒരു സ്ഥാനം, അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച ഒരു സ്ഥാനം ലഭിച്ചിരുന്നില്ല. അപ്പം അവരുടെ ഒരു സ്വപ്നമായിരുന്നു മകളെ പഠിപ്പിച്ച് ഉന്നതമായ ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത്, കഷ്ടപ്പാടിലും ദാരിദ്ര്യത്തിലും. അതുകൊണ്ടാണല്ലോ ആ അമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു, മോളെ നിന്നെക്കൊണ്ട് സാധിക്കും, നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്കത് സാധിക്കും എന്ന് പറഞ്ഞ് എപ്പോഴും അവളെ പ്രോത്സാഹനപ്പെടുത്തിയിരുന്നു ഈ അമ്മ. കാരണം അമ്മയുടെ ലക്ഷ്യം അതായിരുന്നു, തൻ്റെ മകൾ തനിക്ക് സാധിക്കാതെ പോയ ആ സ്വപ്നം പൂർത്തീകരിക്കണം എന്നുള്ളത്. അവരുടെ ആ സ്വപ്നം പൂർത്തീകരിക്കാൻ മകൾ നിർബന്ധിതയായതും മകൾ അത് ആഗ്രഹിച്ചതും കൂടിക്കൊണ്ടാണ് ശ്രീജയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത്. അമ്മയുടെ ഈ കരുത്തുറ്റ പ്രോത്സാഹനകരമായ വാക്കുകളും അപ്പൻ്റെ, അവളുടെ ശ്രീജയുടെ പിതാവിൻ്റെ ഈ ദാരിദ്ര്യത്തിലും അപ്പൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന അവളുടെ അപ്പൻ വേല ചെയ്ത് പാടത്തും അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ഏത് സ്ഥലത്തും അവളുടെ അപ്പൻ ഏത് ജോലിയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഉള്ള അപ്പൻ്റെ വിയർപ്പിൻ്റെ മണം, അമ്മയുടെ കരുത്തുറ്റ വാക്കുകളും അപ്പൻ്റെ വിയർപ്പിൻ്റെ മണവും ചേർന്ന് വന്നപ്പോൾ, ഒരുമിച്ച് വന്നപ്പോൾ അതവൾ ആസ്വദിക്കുകയായിരുന്നു. ആ ആസ്വാദനത്തിൽ നിന്നും അവൾ പടി ചവിട്ടി കയറി IFS എന്ന 3 അക്ഷരം അവളുടെ പേരിനോടൊപ്പം ചേർന്ന് വെച്ചു. ഏതപ്പനും അമ്മയ്ക്കും ഇതുപോലെ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ മക്കളിൽ നിന്ന്, മക്കളെ കൊണ്ട് പൂർത്തീകരിക്കാൻ അവർ ആഗ്രഹിക്കും. ചിലരൊക്കെ അത് സാധിച്ചിട്ടുമുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം അതിനു വേണ്ടി പറയാം. എൻ്റെ ഒരു സ്വപ്നം, നടക്കാതെ പോയ ഒരു സ്വപ്നം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം, അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, പായിപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്, 10ാം ക്ലാസ്. അവിടെ സ്കൂളിൽ നിന്ന് മലമ്പുഴ അണക്കെട്ട് കാണുവാനായിട്ട് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ ടൂർ പോയി. എനിക്കും പോകണം എന്നുണ്ടായിരുന്നു. കാരണം എല്ലാ കുട്ടികളും പോകുന്നു, ക്ലാസ്സിലുള്ള മിക്കവാറും എല്ലാവരും പോകാൻ തയ്യാറായി. അന്നത്തെ ആ സ്കൂൾ ചുറ്റുപാടനുസരിച്ച് എൻ്റെ യൗവനം, എനിക്ക് ഏകദേശം 15 വയസ്സെന്ന് നമുക്ക് ഉദ്ദേശിക്കാം. ആ സമയത്ത്, ആ പ്രായത്തിൽ എനിക്ക് മോഹമായിരുന്നു, ആഗ്രഹമായിരുന്നു സ്കൂൾ എക്സ്കർഷനിൽ പോകാൻ. പക്ഷേ സാമ്പത്തികമായി അന്ന് അതിനുള്ള പരിമിതികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. എൻ്റെ അച്ചായി പറഞ്ഞു, മോനെ, അച്ചായുടെ പൈസ ഇല്ല മോനെ. മൂത്ത ജ്യേഷ്ഠൻ എന്നെ ഉപദേശിച്ചു, ഇവിടെ
പൈസ ഇല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. അച്ചായെ ആ കാര്യം പറഞ്ഞ് നീ നിർബന്ധിക്കണ്ട. നമ്മുടെ പൈസ ഇല്ല മോനെ പോകാൻ. എന്നെങ്കിലും ഒരു കാലത്ത് നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്ത് പോകാൻ നിനക്ക് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതല്ലാതെ എന്തു പറയാനാ നിന്നോട് എന്ന് ചേട്ടൻ എന്നെ ഉപദേശിച്ചു. അച്ചായും കൈമലർത്തി. സാമ്പത്തികമില്ലാഞ്ഞതുകൊണ്ട്, പണമില്ലാഞ്ഞതുകൊണ്ട് ഞാൻ അന്ന് ആ സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോയ കൂട്ടത്തിൽ പോയില്ല. ആ ടൂറിൽ ഞാനില്ലായിരുന്നു. സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ പോകുമ്പം അങ്ങ് താഴെ ഒരു ഗംഗാധരൻ ചേട്ടൻ്റെ കടയുണ്ട്, ഞാൻ ഇന്ന് ഓർക്കുന്നു. അവിടെ നിന്ന് ഞാനൊരു മുട്ടായി വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു നിന്നിരുന്നു. ആ സമയത്ത് എല്ലാവരും എക്സ്കർഷന് പോയി. പാട്ടും പാടി എല്ലാവരും അടിച്ചു പൊളിച്ചു, പുതിയ ഡ്രസ്സ്, ബാഗ്, അതൊക്കെ ഒരു ആഘോഷം പോലെ കാണേണ്ട കാഴ്ചയായിരുന്നു. എനിക്ക് സാമ്പത്തിക ഭദ്രതയില്ലായിരുന്നുകൊണ്ട്, എൻ്റെ അച്ചായന് അതിന് നിവൃത്തിയില്ലായിരുന്നുകൊണ്ട്, ഞങ്ങൾക്കതിന് ഒക്കഞ്ഞതുകൊണ്ട് അന്ന് ആ മലമ്പുഴ വരെ പോകാനുള്ള തുക എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആ ടൂറിന് പോകാൻ പോലുള്ള സാമ്പത്തികം എനിക്കില്ലായിരുന്നു. എൻ്റെ സ്വപ്നം ആ കൂട്ടത്തിൽ പോകണമെന്നായിരുന്നു, സാധിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ എന്നോട് വന്ന് പറഞ്ഞു, പപ്പ ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം കൂടി ഞങ്ങൾ ഹിമാചൽ പ്രദേശ് ഒന്ന് കറങ്ങാൻ പോവാം, ഞാനിവിടെ പോയിക്കോട്ടെ പപ്പ എന്ന് ചോദിച്ചു. അന്ന് ഗംഗാധരൻ ചേട്ടൻ്റെ കടയുടെ മുൻപിൽ നിറഞ്ഞ കണ്ണുകളോടെ നിന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർത്തുപോയി. ഞാൻ എൻ്റെ മകനെ ആ കുട്ടികളുടെ കൂടെ ഹിമാചൽ പ്രദേശിൽ കറങ്ങാൻ പോകാനായിട്ട് അനുവദിച്ചു. അതിന് വേണ്ടതായ സാമ്പത്തികവും ഞാൻ കൊടുക്കുകയും ചെയ്തു. എൻ്റെ മകനെ അവിടെ വിട്ടു എന്നുള്ളത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഏത് മാതാപിതാക്കൾക്കും സ്വപ്നങ്ങളുണ്ടായിരിക്കും. അത് പല രീതിയിലുള്ള സ്വപ്നങ്ങളായിരിക്കും. അവർക്ക് നടക്കാതെ പോയ സ്വപ്നങ്ങൾ, അവർ ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങളാൽ എത്തിപ്പെടാനാവാത്ത സ്വപ്നങ്ങളുള്ള മാതാപിതാക്കൾ ഒത്തിരിയുണ്ട്. അവരുടെയൊക്കെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അവരുടെ മക്കളിലൂടെയാണ്. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, വിശേഷിച്ച് മക്കളെ, നിങ്ങളാണ് നിങ്ങളുടെ അപ്പൻ്റെ സ്വപ്നങ്ങൾ ഇന്നും ജീവിക്കുന്നത്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർ നിങ്ങളെ നിർബന്ധിക്കുന്നതും ഒരുപക്ഷെ വഴക്ക് പറയുന്നതും ഒക്കെ. അതൊക്കെ എന്തിനെന്നാൽ അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവർക്ക് നടക്കാതെ പോയ ചില കാര്യങ്ങൾ, ചില സംഗതികൾ, ചില സ്വപ്നങ്ങൾ എന്തുമാകട്ടെ, അത് നിങ്ങളിലൂടെ മകളെ, ഒരുപക്ഷെ നിന്നിലൂടെ അത് പൂർത്തീകരിക്കുന്ന ആ അപ്പനും ആ അമ്മയ്ക്കും ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രതിഫലനമാണ് മിക്കവാറും അപ്പനും മക്കളും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിൽ ചില സമയത്ത് ചേർച്ചയില്ലാതെ വരുന്നത്. ഇവിടെ ശ്രീജയ്ക്ക് ഞാൻ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കട്ടെ. അമ്മയുടെ ആ കരുത്തുറ്റ വാക്കുകളും പ്രോത്സാഹന വാക്കുകളും അവർ കണ്ട സ്വപ്നവും അത് പൂർത്തീകരിക്കാനായിട്ട് ആ അപ്പൻ്റെ വിയർപ്പിൻ്റെ മണം, ആ മണം അത് ആസ്വദിച്ച് അപ്പൻ വിയർത്താണ് തനിക്ക് വേണ്ടി പണം കൊണ്ടുവരുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ബോധത്തോടെ അവൾ പഠിക്കുകയും ചെയ്തപ്പോൾ അവളുടെ പേരിനോടൊപ്പം 3 അക്ഷരങ്ങൾ എഴുതി ചേർത്തു. അഭിനന്ദനങ്ങൾ. മുല്ലത്തരം ഡയറിയുടെ അഭിനന്ദനങ്ങൾ. ഞാൻ മുല്ലത്തരം ഡയറി, മുക്കഞ്ഞിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.